ഫിലിം ഗാരേജിന്റെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ബോളിവുഡിലെ ഏറ്റവും പുതിയ റെക്കോർഡ് വിജയം നേടിയെടുത്ത സിനിമയാണല്ലോ രൺബീർ കപൂർ നായകനായി എത്തിയ അനിമൽ. ചിത്രത്തിന്റെ സംവിധായകൻ സന്ദീപ് റെഡ്ഡിയുടെ 2 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള ഒരു അഭിമുഖമാണല്ലോ കഴിഞ്ഞ 24 മണിക്കൂറുകൾക്കിടയിലെ ബോളിവുഡിലെ ചർച്ചാ വിഷയം. ഇപ്പോഴത്തെ അനിമൽ എന്ന സിനിമയുടെ 2ാം ഭാഗത്തെക്കുറിച്ച് സംവിധായകൻ പറഞ്ഞിരിക്കുകയാണ്. അനിമൽ പാർക്ക് എന്ന സിനിമയുടെ ചിത്രീകരണം 2026 ആരംഭിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുവെന്നാണ് സംവിധായകൻ അറിയിച്ചിരിക്കുന്നത്. സ്പിരിറ്റിന് ശേഷം സന്ദീപ് റെഡ്ഡി സംവിധാനം ചെയ്യുന്ന അടുത്ത സിനിമ കൂടിയായിരിക്കും അനിമൽ പാർക്ക്. അയലാൻ എന്ന സിനിമ പൊങ്കൽ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ശിവകാർത്തികേയന്റെ സിനിമയാണ്. ഫാന്റസി കോമഡി എന്റർടൈനർ സിനിമയുടെ അയല അയല എന്ന വരികളിൽ തുടങ്ങുന്ന സെക്കൻഡ് സിംഗിൾ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ബിജു മേനോൻ, ആസിഫ് അലി എന്നിവർ പ്രധാന റോളുകളിലെത്തുന്ന തലവന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. 2024 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. ബിജു മേനോൻ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് തുണ്ട്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. വീണ്ടും മറ്റൊരു സിനിമയിൽ കൂടി ബിജു മേനോൻ പോലീസ് വേഷത്തിൽ എത്തുകയാണ്. സിനിമ 2024 ഫെബ്രുവരി 16 തിയേറ്ററുകളിലേക്ക് എത്തും. കുടുംബസ്ത്രീയും കുഞ്ഞാടും ധ്യാൻ ശ്രീനിവാസൻ നായകനെത്തുന്ന മലയാളം സിനിമയാണ്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. സൂപ്പർ ഹിറ്റ് സിനിമയായ ഡ്രൈവിംഗ് ലൈസൻസിന് ശേഷം ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് ടൊവിനോ നായകനെത്തുന്ന നടികർ തിലകം. ഡേവിഡ് പടിക്കൽ എന്ന സൂപ്പർ സ്റ്റാറിന്റെ കഥയുമായിട്ടെത്തുന്ന സിനിമയുടെ ഗ്ലിംസ് വീഡിയോ ഇന്ന് വൈകിട്ട് യൂട്യൂബ് ചാനലിൽ പുറത്തു വന്നിരുന്നു. 1 മിനിറ്റിൽ താഴെയാണ് ദൈർഘ്യമെങ്കിൽ പോലും ഒരു കിടിലൻ ഗ്ലിംസ് ആയിരുന്നു പുറത്തു വന്നത്. പക്ഷേ മിനിറ്റുകൾക്കുള്ളിൽ അത് യൂട്യൂബിൽ നിന്നും നീക്കം ചെയ്തിരിക്കുകയാണ്. സലാർ എന്ന സിനിമയുടെ ഒരു തരംഗമാണല്ലോ എങ്ങും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റന്നാൾ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായുള്ള രാജമൗലിയുടെ ഒത്തുള്ള പ്രഭാസിന്റെയും പ്രശാന്ത് നീലിന്റെയും പൃഥ്വിരാജിന്റെയും അഭിമുഖം ഹോംബാലെ ഫിലിംസിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ അഭിമുഖത്തിൽ നമ്മുടെ മലയാള സിനിമകളെ വാഴ്ത്തിയിരിക്കുകയാണ് സാക്ഷാൽ റിബൽ സ്റ്റാർ കൂടിയായ പ്രഭാസ്. തൊട്ടടുത്തിരിക്കുന്ന പൃഥ്വിരാജിന്റെ ലൂസിഫർ ഒരു കിടിലൻ സിനിമയാണ് എന്നും സിനിമയുടെ 2ാം ഭാഗമായ എമ്പുരാൻ എന്ന സിനിമയ്ക്കായിട്ട് ലോകം മുഴുവൻ കാത്തിരിക്കുന്നുവെന്നാണ് പ്രഭാസ് പറഞ്ഞിരിക്കുന്നത്. മറുപടിയായി പൃഥ്വിരാജ് പറഞ്ഞത് മലയാള സിനിമ ഇൻഡസ്ട്രി ഒരു ചെറിയൊരു ഇൻഡസ്ട്രി എന്നാണ്. അതിന് മറുപടിയായിട്ട് പ്രഭാസ് പറഞ്ഞതാണ് നമ്മുടെ മലയാള സിനിമാ പ്രേമികളെ ആവേശത്തിലാഴ്ത്തുന്നത്. ബാഹുബലിക്ക് മുന്നേ തെലുഗു സിനിമ ഇൻഡസ്ട്രിയും ചെറിയ സിനിമ ഇൻഡസ്ട്രി ആയിരുന്നു എന്നും അതിനു മുന്നേ തന്നെ കലാപാനി എന്ന സിനിമ വർഷങ്ങൾക്ക് മുന്നേ പിറന്ന ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ ഇൻഡസ്ട്രി എന്നും ചെറിയ സിനിമ ഇൻഡസ്ട്രി ഒന്നും തന്നെയല്ല എന്നാണ് പ്രഭാസ് വാഴ്ത്തുന്നത്. എന്തായാലും പ്രഭാസിന്റെ വാക്കുകളിലൂടെ കാലാപാനി എന്ന സിനിമ ഇനിയും കൂടുതൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു പക്ഷേ മരിക്കാറെല്ലാം തന്നെ ലാലേട്ടൻ പ്രിയൻ കോംബോയിൽ ട്രാക്കിൽ പ്രതീക്ഷിത പോലെ എത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ആ ഇന്റർവ്യൂവിൽ മരിക്കാറിനെയും വാഴ്ത്തേണ്ടതായിരുന്നു. അതിനുള്ള ഭാഗ്യം എന്തായാലും മരിക്കാറിനില്ലാത്തത് എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ഉണ്ടാവട്ടെ എന്നാണ് നാം ആശംസിക്കുന്നത്. എന്തായാലും എല്ലാം പൃഥ്വിരാജ് സുകുമാരന്റെ കയ്യിലാണ്. നമുക്ക് കാത്തിരിക്കാം എമ്പുരാനായിട്ട് ആവേശപൂർവ്വം.